ഹലോ ഫ്രണ്ട്സ്, പത്രം മാറ്റിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദുവും മനിയും കോഫി ഷോപ്പിലിരുന്ന് സംസാരിക്കുക കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് നന്ദുവും മനിയും കാണുന്നത്. വീട്ടിലെപ്പോഴും പ്രശ്നമാണെന്നും ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അനാമികയെ കല്യാണം കഴിച്ചതാണെന്നും ഒക്കെ അനി പറയുന്നുണ്ട്. എന്നിട്ട് നന്ദുവിനോട് പറയുകയാണ്, അതവിടെ നിൽക്കട്ടെ, നീ എന്താ നേരത്തെ എന്നെ കണ്ടിട്ട് കാണാത്ത രീതിയിൽ പോയത്? അപ്പോൾ നന്ദു പറയുന്നുണ്ട്, സോറി അനി, എൻ്റെ കൂടെ എൻ്റെ ഫിയാൻസി ഉണ്ടായിരുന്നു. ഓ, നിനക്ക് കല്യാണമായോ? നീ എന്നോട് പറഞ്ഞതേയില്ല. ഞാൻ തന്നെയാണ് അച്ഛനോടും അമ്മയോടും കല്യാണക്കാര്യം പറഞ്ഞത്. അതനുസരിച്ചാണ് അവരെനിക്ക് കല്യാണാലോചന നടത്തിയത്. ഒരുപാട് ആലോചനകൾ നോക്കി അങ്ങനെ ഈ കല്യാണാലോചന വന്നത്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ കണ്ടിട്ടും കാണാത്ത രീതിയിൽ പോയത്. ഇനി കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം ആകുമോ എന്നുള്ള ഭയമാണ്. പ്ലീസ് അനി, എന്നെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ നന്ദു പറയുമ്പോൾ അനി പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാകും നന്ദു നിൻ്റെ അവസ്ഥ. പിന്നെ കല്യാണമായെന്ന് കേട്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നാൽ ഞാൻ പോകട്ടെ, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. അമ്മ എന്നെ കുറേ നേരമായി വിളിക്കുന്നു. ഇങ്ങനെ നന്ദു പറഞ്ഞ് പോകാൻ വരുമ്പോൾ ഓക്കെ നന്ദു, ഓൾ ദി ബെസ്റ്റ് എന്ന് അനി പറയുന്നുണ്ട്. അങ്ങനെ നന്ദു കോഫി ഷോപ്പിൽ നിന്നും പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നന്ദുവും അച്ഛനും അമ്മയും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നതാണ്. നീ എന്തിനാ ഇങ്ങനെ വേഗം വേഗം ഭക്ഷണം കഴിക്കുന്നതെന്ന് കനക ചോദിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ജോലിയുണ്ട് അമ്മയെന്ന് നന്ദു മറുപടി പറയുകയാണ്. അപ്പോൾ നന്ദുവിൻ്റെ അച്ഛൻ നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് പയ്യനെ ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, വളരെ നല്ല പയ്യനാണ്. ഇങ്ങനെ കേൾക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. പിന്നീട് നന്ദു തുടർന്ന് പറയുകയാണ്, ഇന്ന് കോഫി ഷോപ്പിൽ വെച്ച് അനിയെ കണ്ടിരുന്നു. അപ്പോൾ കനക ഗൗരവത്തോടെ, നീ എന്താ ഈ പറയുന്നേ? അമ്മേ, ഞാനായിട്ട് അനിയെ തേടിപ്പോയി കണ്ടതല്ല, അനി എന്നെ കണ്ടതാണ്. പിന്നീട് നടന്ന കാര്യങ്ങളെല്ലാം അച്ഛനോടും അമ്മയോടും നന്ദു പറയാൻ തുടങ്ങി. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി എന്നെ ഒരിക്കലും കാണരുതെന്ന് ഞാൻ അനിയോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കല്യാണമായെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അമ്മ പറയുന്നുണ്ട്, ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ വലിയ പ്രശ്നമായേനെ. അതെന്താ? അതെ, അനാമികെങ്ങാനും കണ്ടിരുന്നെങ്കിൽ ഇത് വലിയ പ്രശ്നമായേനെ. അനി എത്ര ഹെൽപ്പ് എനിക്ക് ചെയ്തു തന്നതാണ്. അവനോട് ഞാൻ ഇനി കാണരുത്, മിണ്ടരുതെന്നൊക്കെ പറഞ്ഞത്. അവൻ എത്ര വിഷമമായിട്ടുണ്ടാവും. എന്നാലും സാരമില്ല, അത് അവനും എനിക്കും നല്ലതാണ്. ഇങ്ങനെ കേൾക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് വിഷമമാകുന്നുണ്ട്. ഈ സമയത്താണ് നന്ദുവിൻ്റെ വീട്ടിലേക്ക് പോലീസ് കയറി വരുന്നത്. ഇവിടെ നന്ദു ആരാണെന്ന് ചോദിച്ചുകൊണ്ടാണ് പോലീസ് വരുന്നത്. മേഡം, എന്താ പ്രശ്നം? എന്തിനാ നിങ്ങൾ ഇവിടെ വന്നതെന്ന് അമ്മ ചോദിക്കുമ്പോൾ പോലീസ് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് നിങ്ങളുടെ മോളെ പോലീസ് സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുപോയി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. സ്റ്റേഷനിൽ പോകണമെന്നോ? അതിന് എൻ്റെ മോൾ എന്ത് തെറ്റാ ചെയ്തതെന്ന് അമ്മ ചോദിക്കുന്നുണ്ട്. അതിന് നിങ്ങളുടെ ഉത്തരം പറയേണ്ട ആവശ്യമില്ല. നന്ദു നീയല്ലേ എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ പോലീസ് നന്ദുവിനെ വീട്ടിനുള്ളിൽ നിന്നും വലിച്ചുകൊണ്ട് പോവുകയാണ്. എൻ്റെ കുട്ടിയെ വിട്, നിങ്ങൾ എന്തിനാണ് അവളെ പിടിച്ചുകൊണ്ട് പോകുന്നതെന്ന് അച്ഛൻ ചോദിച്ച് നന്ദുവിൻ്റെ കയ്യിൽ പിടിക്കുന്നുണ്ട്. കണ്ട പോലീസ്, മര്യാദയ്ക്ക് അവളെ വിട്, ഇല്ലെങ്കിൽ നിങ്ങളെയും അടിച്ച് സ്റ്റേഷനിൽ ഇടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. എൻ്റെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കെഞ്ചി കരയുന്ന അച്ഛനെയും അമ്മയെയും തട്ടിമാറ്റി നന്ദുവിനെ പോലീസ് ജീപ്പിലേക്ക് കയറ്റുകയാണ്. അങ്ങനെ പോലീസ് ജീപ്പ് അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് നന്ദുവിനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇരുത്തുന്നു. നന്ദു ആണെങ്കിൽ അവിടെ ഇരുന്ന് കരയുകയാണ്. അപ്പോഴാണ് വനിതാ SI പുറത്തുനിന്ന് കയറി സ്റ്റേഷനിലേക്ക് വരുന്നത്. നന്ദു അവിടെ ഇരുന്ന് കരയുന്നത് കണ്ട SI, ഒരധികാരി വരുന്നത് കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കാൻ അറിയില്ലേ എന്ന് ചോദിച്ച് നന്ദുവിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. നന്ദു ആണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് പോലീസ് പറയുന്നുണ്ട്, നിൻ്റെ അച്ഛനും അമ്മയും നിന്നെ നല്ല രീതിയിലല്ലേ വളർത്തിയത്? സാർ എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്തതെന്ന് നന്ദു ചോദിക്കുമ്പോൾ, അതെനിക്ക് ബോറടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, നന്ദു എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെയുണ്ടല്ലോ, അവരെ വിളിച്ച് എന്തെങ്കിലും ഗെയിം കളിക്കാമെന്ന്. നമുക്ക് എന്തെങ്കിലും ഗെയിം കളിച്ചാലോ? ഇങ്ങനെ പോലീസ് പറയുമ്പോൾ നന്ദു കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എന്തിനാ സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ നിന്നെ പോലെയുള്ള ആളുകളോട് എങ്ങനെ സംസാരിക്കണം? ഒന്നും അറിയാത്ത രീതിയിൽ എന്തിനാ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ചോദിച്ചാൽ നീ ചെയ്ത കാര്യം നിനക്കറിയില്ലേ? പെട്ടെന്ന് എൻ്റെ വീട്ടിൽ വന്ന് എന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ വീട്ടുകാർ എത്ര വേദനിച്ചിട്ടുണ്ടാകും. എന്തിനാ അറസ്റ്റ് ചെയ്തതെന്ന് കാരണം ചോദിച്ചാൽ അതിന് മറുപടിയുമില്ല.
എന്താ സാർ ഇതിൻ്റെ അർത്ഥമെന്ന് നന്ദു പറയുമ്പോൾ എസ് ഐ ചിരിച്ചുകൊണ്ട് പോലീസുകാരോട് പറയുകയാണ്, കേട്ടില്ലേ ഇവൾ പറയുന്നത്? ഇവൾ എന്ത് തെറ്റാ ചെയ്തതെന്ന്. അത് ഇവൾക്കറിയില്ല. ഇവളെ ഇവിടെ പുറത്തു നിർത്തിയാൽ നമ്മളെ നിയമം പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ലോക്കപ്പിൽ ഇട്ടേക്ക്. നീ പോയി ലോക്കപ്പിൽ കിടക്ക്, എന്നാലേ നീ മിണ്ടാതിരിക്കുകയുള്ളൂ. ഇത് കേട്ട് നന്ദു പറയുന്നുണ്ട്, ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് പറയാതെ ലോക്കപ്പിൽ കിടക്കില്ല. ഞാൻ ചെയ്ത തെറ്റ് എനിക്കറിയണം. ഇത് കേൾക്കുമ്പോൾ പോലീസ് വനിതാ കോൺസ്റ്റബിൾ, നീ മേഡത്തിനോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ച് തല്ലാൻ കൈ ഓങ്ങുകയാണ്. അപ്പോൾ എസ് ഐ പറയുന്നുണ്ട്, ഇപ്പോൾ തല്ലണ്ട, അതിനുള്ള അവസരം കിട്ടും. എന്നിട്ട് നന്ദുവിനോട് പറയുകയാണ്, മര്യാദയ്ക്ക് നീ പോയി ലോക്കപ്പിൽ കിടക്ക്. ഇല്ലെങ്കിൽ ഞാൻ തന്നെ നിന്നെ തല്ലി ലോക്കപ്പിൽ കിടത്തണോ? ഈ സമയത്താണ് നന്ദുവിൻ്റെ അച്ഛനും അമ്മയും അവിടെ എത്തുന്നത്. ആ സമയത്ത് തന്നെ നന്ദുവിനെ വേഗം ലോക്കപ്പിൽ പോലീസുകാർ ഇടുന്നുണ്ട്. അമ്മയാണെങ്കിൽ കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. നന്ദു നന്ദു എന്ന് വിളിച്ച് കരയുകയാണ്. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പുറത്തു നിൽക്കുന്ന കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെ യാതൊരു കാരണവുമില്ലാതെ എന്തിനാ ഉള്ളിലിട്ടിരിക്കുന്നത്? കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിന് മറുപടിയില്ല. ഞങ്ങളാണെങ്കിൽ നന്ദുവിനെ കാണാൻ ഉള്ളിൽ കയറ്റുന്നുമില്ല, പുറത്തു നിർത്തുകയാണ്. ഇതൊക്കെ നിങ്ങൾ പോലീസുകാർക്ക് അന്യായമായി തോന്നുന്നില്ലേ? അപ്പോൾ എസ് ഐ വന്ന് അവരെ ഒരുപാട് വഴക്കു പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മകളെ നന്നായി വളർത്താതെ ഞങ്ങളോട് ചൂടായിട്ട് എന്താ കാര്യം? നിങ്ങളുടെ മകൾ എവിടെ പോകുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലേ? ആദ്യം അത് മനസ്സിലാക്ക്. എന്നിട്ട് ന്യായവും അന്യായവും ഒക്കെ പറയാൻ വാ. ജോലിക്ക് പോകുന്നതെന്ന് പറഞ്ഞ് കാശ് വീട്ടിൽ കൊണ്ടുവന്ന് തന്നാൽ അത് മേടിച്ച് വയ്ക്കും. എന്ത് ജോലിക്കാണ് പോയി കാശ് കൊണ്ടുവരുന്നതെന്ന് നിങ്ങൾ ചോദിക്കാറുണ്ടോ? ഇത് കേൾക്കുമ്പോൾ കനകയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് കനക പറയുകയാണ്, മേഡം നിങ്ങൾ വലിയ പോലീസ് ഓഫീസറൊക്കെ ആയിരിക്കും, എന്നാൽ എൻ്റെ മകളെ എനിക്കറിയാം. അവൾ എന്ത് ജോലിക്ക് പോകുന്നുവെന്നും എനിക്കറിയാം. ഇങ്ങനെ പറയുമ്പോൾ എസ് ഐ കനകയെ തള്ളിയിടുകയാണ്. എന്നിട്ട് കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട്, ഇനി ഇവരെ ഇവിടെ കാണരുത്. ഞാൻ ഉള്ളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവരിവിടെ ഉണ്ടാകാൻ പാടില്ല. ഇത് കേൾക്കുമ്പോൾ കനക, ഞാൻ എവിടെയും പോകില്ല, ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് പറയുകയാണ്. എനിക്ക് എൻ്റെ മോളെ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞ് ഒരുപാട് ഒച്ചപ്പാടുണ്ടാക്കുകയാണ്. ഇത് കേട്ട് ഒരുപാട് ആൾക്കാർ സ്റ്റേഷന് പുറത്തു വരികയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാര്യം വഷളാവുന്നുവെന്ന് കണ്ട കോൺസ്റ്റബിൾ എസ് ഐയോട് പോയി പറയുകയും എസ് ഐ പുറത്തു വന്ന് എല്ലാവരെയും ഓടിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ദേഷ്യത്തോടെ കനകയെ ലാത്തികൊണ്ട് അടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നവ്യയും നയനയും അങ്ങോട്ട് ചെല്ലുന്നത്. നവ്യ കനകയെ എസ് ഐ അടിക്കാൻ ശ്രമിക്കുന്നതെല്ലാം വീഡിയോയിൽ എടുത്തിരുന്നു. അങ്ങനെ കണ്ടപ്പോൾ നവ്യനെയും നയനേനെയും കണ്ടപ്പോൾ കനക വലിയ ശബ്ദത്തിൽ കരയാൻ തുടങ്ങി. മേഡം, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയാണോ എന്ന് തോന്നുന്നുണ്ടോ? ഇത്രയും പ്രായമുള്ള ആളെ റോഡിലിട്ട് തല്ലുന്നത് ശരിയാണോ? ഇങ്ങനെ നയന പറയുമ്പോൾ അതൊക്കെ ചോദിക്കാൻ നീ ആരാണെന്ന് എസ് ഐ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇവരുടെ മക്കളാണ്. നിങ്ങൾ പറഞ്ഞതും ചെയ്തതും എല്ലാ കാര്യങ്ങളും എൻ്റെ ചേച്ചി വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ നയന പറയുമ്പോൾ എസ് ഐ വീഡിയോ പറയുന്നുണ്ട്, വീഡിയോ എടുത്തെന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കുകയാണോ? തെറ്റ് ചെയ്ത അനിയത്തിക്ക് ചേച്ചിമാരും അച്ഛനും അമ്മയും കൂട്ടു നിൽക്കുന്നു, എന്നിട്ട് ന്യായം പഠിപ്പിക്കുന്നു. അപ്പോൾ നയന ദേഷ്യത്തോടെ പറയുന്നുണ്ട്, മേഡം എൻ്റെ അനിയത്തി തെറ്റു ചെയ്തു എന്ന് പറയുന്നുണ്ട്. എന്ത് തെറ്റാ ചെയ്തത് അതാദ്യം പറ, അല്ലാതെ ഏതെന്ന് ചോദിക്കാൻ വന്ന എൻ്റെ അച്ഛനെയും അമ്മയും അടിക്കുകയല്ല വേണ്ടത്. ഈ വീഡിയോ CMന് അയച്ചു കൊടുത്താൽ എന്താകുമെന്ന് മേഡത്തിനറിയില്ലേ? ഇത് കേൾക്കുമ്പോൾ എസ് ഐ ഒന്ന് ഞെട്ടുന്നുണ്ട്. അപ്പോൾ നവ്യയും പറയുന്നുണ്ട്, എന്ത് തെറ്റ് ചെയ്തിട്ടാ എൻ്റെ അനിയത്തി ഇവിടെ കൊണ്ടുവന്നതെന്ന് പറ, അത് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. ഇത് കേട്ട പോലീസ് ഓഫീസർ പറയുന്നുണ്ട്, ശരി, എനിക്ക് പോലീസ് ഓഫീസിൽ 1 അവറിൻ്റെ മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തിനാ ഇവളെ കൊണ്ടുവന്നതെന്ന് പറയാം. അങ്ങനെ പറഞ്ഞ് പോലീസ് ഓഫീസർ സ്റ്റേഷനുള്ളിലോട്ട് പോവുകയാണ്. ആ സമയത്താണ് ആദർശും ദേവയാനിയും മുത്തശ്ശിയും അനിയുടെ അമ്മയും ജലജയൊക്കെ അവിടെ എത്തിയത്. അപ്പോൾ നയന നവ്യയോട് പറയുന്നുണ്ട്, നവ്യേച്ചി ഇവരൊക്കെ എന്തിനാ ഇവിടെ വന്നത്? നവ്യ ടെൻഷനോട് പറയുകയാണ്, അറിയില്ല. ആദർശിനെ കണ്ടപ്പോൾ കനക കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, മോനെ എൻ്റെ മോള്. അപ്പോൾ ആദർശ് പറയുകയാണ്, എന്നാലും നമുക്കിവിടെ നിന്ന് സംസാരിക്കണ്ട, ഉള്ളിൽ കയറി സംസാരിക്കാം. അങ്ങനെ പറഞ്ഞ് എല്ലാവരും ഉള്ളിൽ കയറാൻ ശ്രമിക്കുമ്പോൾ കോൺസ്റ്റബിൾ വന്ന് തടയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ആര് തടഞ്ഞാലും ഞങ്ങൾ ഉള്ളിൽ കയറും. അങ്ങനെ പറഞ്ഞ് എല്ലാവരും സ്റ്റേഷനുള്ളിൽ കയറി എസ് ഐയെ കാണുകയാണ്. ഇത് കണ്ട എസ് ഐ ഇവരെന്തിനാ ഉള്ളിൽ കയറ്റിയതെന്ന് ചോദിച്ച് കോൺസ്റ്റബിളിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴാണ് അനിയെ ലോക്കപ്പിൽ ഇട്ടിരിക്കുന്നത് നന്ദുവിൻ്റെ അച്ഛനും അമ്മയും നയനയും നവ്യയൊക്കെ കാണുന്നത്. മൂർത്തി എസ് ഐയോട് പറയുന്നുണ്ട്, ഞങ്ങൾ മൂർത്തി ജ്വല്ലേഴ്സ് ഫാമിലീസാണ്. നിങ്ങൾ എന്തിനാണ് ഒരു കാരണവുമില്ലാതെ ഞങ്ങളുടെ മകനെ പിടിച്ചുകൊണ്ട് വന്നത് എന്ന് ഞങ്ങൾക്കറിയണം. എന്ത് കാര്യത്തിനാണ് അവനെതിരെ കംപ്ലൈൻറ്റ് പോയത്?
അപ്പോഴാണ് ആദർശും മുത്തശ്ശനുമെല്ലാം നന്ദുവിനെ ലോക്കപ്പിലിട്ടത് കാണുന്നത്. നന്ദുവിനെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നതെന്ന് ആദർശ് നയനോട് ചോദിക്കുമ്പോൾ കനകയാണ് മറുപടി പറയുന്നത്. മോനെ, കൂട്ടിക്കൊണ്ടു വന്നത് മാത്രമല്ല, എന്തിനാ കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇവരെ അടിക്കാൻ വരികയാണ്. ഇത് കേട്ട ആദർശ് ദേഷ്യത്തോടെ എസ് പറയുന്നുണ്ട്, മേഡം എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇവർക്കെതിരെ കംപ്ലൈൻറ്റ് വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവരെ അറസ്റ്റ് ചെയ്തത്. കംപ്ലൈൻറ്റ് ഇല്ലാതെ ഞങ്ങൾ ആരെയും അറസ്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് എസ് ഐ. ആരാ കംപ്ലൈൻറ്റ് കൊടുത്തതെന്ന് നയന ചോദിക്കുമ്പോൾ അനിക്കെതിരെയാണ് കംപ്ലൈൻറ്റ്. ഡൊമസ്റ്റിക് വയലൻസ് ആണ് കേസെടുത്തിരിക്കുന്നത്. ഈ കേസ് കൊടുത്തത് അനിയുടെ വൈഫ് അനാമികയാണ്. അനാമികയെ നിരന്തരം അടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം നന്ദുവാണ്. അനിയും നന്ദുവും തമ്മിലുള്ള മോശം റിലേഷൻഷിപ്പാണ്. മതിയോ? ഇനിയും എവിഡൻസ് വേണമെന്ന് ചോദിച്ച് പോലീസ് ഓഫീസർ അനാമികയെ അടിക്കുന്ന വീഡിയോയും അനിയും നന്ദുവും കോഫി ഷോപ്പിൽ ഇരുന്ന് സംസാരിക്കുന്ന വീഡിയോയും കാണിക്കുന്നുണ്ട്. ഇത് കണ്ട് എല്ലാവരും ആകെ വിഷമത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്.